ഗുണ്ടകൾക്കും ക്രിമിനൽ മാഫിയയ്ക്കും നഗരത്തിന്റെ പോലീസ് മേധാവി കീഴടങ്ങിയിരിക്കുകയാണ്. കാരിക്കാമൂർ ഷൺമുഖൻ അയാൾക്കുള്ള ഇൻവോൾവ്മെന്റ് അങ്ങനെ റൂമുണ്ടല്ലോ. ഷൺമുഖനെ ഒന്ന് വിളിക്കണം. അവനൊന്ന് കണ്ടേ പറ്റു പോകും. ഷൺമുഖനെ ചാർജ് എടുത്ത് അന്തോട്ട് തിരക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷൺമുഖൻ പോലീസാണോ? ഷൺമുഖൻ പോലീസുമാണ്. ഒരു പോലീസുകാരൻ എങ്ങനെയാവരുത് എന്നതിന് ഉദാഹരണമായിട്ട് തന്റെ പേര് പറയും. പടവീടൻ, ഡെവിൻ കാർലോസ് പടവീടൻ. പിന്നെ സ്കെച്ച് ചെയ്തു ഷൺമുഖ. കാശ് കുറച്ച് കൂടുതലായി. നാഗർകോവിലിൽ നട്ടീ. ഇനി കാരിക്കാമൂർ ഷൺമുഖന്റെ ആവശ്യം ഇവിടെ ഇല്ല. നീയൊക്കെ സ്വന്തം തീരുമാനം അനുസരിച്ച് പണി തുടങ്ങില്ലേ? മക്കളെ, നീ പണി തുടങ്ങി അറിഞ്ഞപ്പോ നിറച്ചു വെച്ചതാ. പക്ഷെ കണ്ടിട്ടുണ്ടോ സാർ ഏതെങ്കിലും ഒരു ദൈവത്തിന്? നേരിൽ കണ്ടിട്ടില്ലെന്നേ ഉള്ളൂ സാർ. ട്രെയിനിങ് കോളേജിൽ ഇയാളെ കുറിച്ച് ഒരു ചാപ്റ്റർ പഠിക്കാൻ തന്നെയുള്ളൂ. പിള്ളേരെ നാലിന് നീ അവളിയല്ലടാ. ഷൺമുഖനിട്ട് പണിഞ്ഞാൽ മറുപണി എങ്ങനെയൊക്കെ വരുമെന്ന് പറയാനൊക്കെ എന്റെ പൊന്നാര മുത്തേ. നിനക്ക് മനുഷ്യന്റെ രൂപമേ ഉള്ളൂ, ഉള്ളിനൊരു നെറുകെട്ട ചെകുത്താനാണ്. ഇല്ല സർ, അയാളുടെ ഉള്ളിൽ ഒരുപാട് മുറിവേറ്റ ഒരു പാവ മനുഷ്യനുണ്ട്. ഞാൻ അയാളെ വിടില്ല. നിർത്താറായി മച്ചാനെ. ഞാനും താനും കൂടെ തലപ്പത്തിരുന്ന് നിയന്ത്രിച്ചിരുന്ന ആ കമ്പനി പൂട്ടാറായി. ഇവന്മാരെ ഇടിച്ചാലൊന്നും പോരാ, ഗൂണ്ട ആക്ഷൻ വരണം. ബോംബെയിലെ പോലെ തലയ്ക്കൊന്നിനൊരു ബുള്ളറ്റ്. കള്ളനും പോലീസും കളിയിൽ നിങ്ങൾക്ക് പോലീസിന്റെ വേഷമായിരുന്നു. എ ബ്രേവ് ബ്രില്യന്റ് കോപ്പ്. നിങ്ങളത് ആത്മാർത്ഥമായിട്ട് തന്നെ അവതരിപ്പിച്ചു. ഒന്നുകിൽ പടവീടൻ ഇതോടെ കയ്യിൽ വെക്കും, അല്ലെങ്കിൽ അവൻ പെട്ടിക്കുക. ഷൺമുഖൻ വരുന്നുണ്ട് നിങ്ങളെ കാണാൻ. പോകേണ്ട വഴികളും കാണേണ്ട ആളുകളെയും ഷൺമുഖൻ പറഞ്ഞു. പക്ഷെ നിനക്ക് ധൃതിയായിരുന്നു ഒരു കത്തിമണയിൽ ഒടുങ്ങാൻ. അതടാ പന്നി, നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാ വേദം പറഞ്ഞു തുടങ്ങിയ ചെകുത്താനെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നോ?